ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ അമ്മാ ബഅദ്. ചോദ്യം: 100 കൊല്ലമായിട്ടേ ഉള്ളൂ വഹാബികൾ ഉണ്ടായിട്ട്, മുജാഹിദുകൾ ഉണ്ടായിട്ട് 100 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ദീന് നടത്തിയത് ആരാണ് എന്നാണ് ഒരു സമസ്തയുടെ പ്രവർത്തകൻ്റെ ഒരു പരിഹാസപൂർവമുള്ള ചോദ്യം. അദ്ദേഹത്തിൻ്റെ ആ സംസാരങ്ങളും വാക്കുകളും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ പരിഹാസപൂർവം എന്ന് പറഞ്ഞത്. അങ്ങനെയല്ലെങ്കിൽ ക്ഷമിക്കുക. നമുക്കിവിടെ പറയാനുള്ളത്, സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് ഞാൻ പരിശുദ്ധനായ റബ്ബുൽ ഇസ്സത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നന്മ മനസ്സിലാക്കുവാനും നന്മ ഹക്ക് അത് സ്വീകരിക്കാനും, അത് ആ ഹക്കിന് വിരുദ്ധമാണ് സ്വന്തം പാർട്ടിയും ആളുകളും എങ്കിലും അവർക്കെതിരായി നിലകൊള്ളുവാനും സത്യത്തിൽ അടിയുറച്ചു നിൽക്കുവാനുമുള്ള തൗഫീക്ക് ഈ ചോദ്യകർത്താവിനും നമുക്കെല്ലാവർക്കും റബ്ബ് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സമസ്തക്കാരനായി പ്രവർത്തകന് ചോദിച്ച ആ ചോദ്യം, അതിൻ്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അത് ചില മുസ്ലിയാക്കന്മാര് സ്റ്റേജ് കെട്ടി പറയാറുള്ളൊരു കാര്യമാണ്. 100 കൊല്ലമല്ലേ ആയുള്ളൂ മുജാഹിദുകൾ വന്നിട്ട്, വഹാബികൾ വന്നിട്ട് 100 കൊല്ലമല്ലേ ആയുള്ളൂ, അതിനു മുമ്പ് ആരാണ് ദീന് നടത്തിയത്? അപ്പോൾ ഇവരുടെ ധാരണ അതിനു മുമ്പ് ദീന് നടത്തിയത് ഈ കാന്തപുരം ഗ്രൂപ്പ്, അങ്ങനെ കാന്തപുരം ഗ്രൂപ്പൊക്കെ ഈ അടുത്തുണ്ടായതാണ്. സമസ്ത പിളർന്ന് ഈ അടുത്ത് ഒരു 10, 25, 30 കൊല്ലം മുമ്പാണ് ഇവർ പിളർന്ന് കാന്തപുരം ഗ്രൂപ്പൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും കുറച്ച് ചരിത്രങ്ങൾ നോക്കാം സഹോദരങ്ങളെ. അധികമൊന്നും പഠിക്കേണ്ട, നമ്മൾ കുറച്ച് അങ്ങോട്ടേ കേരളത്തിലെ മുസ്ലിങ്ങളുടെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇവിടെ ഹൈന്ദവരായിരുന്നു. അതാണ് മറ്റേ കവിതയിലൊക്കെ പറയണ്ടല്ലോ, പറയൻ, ചെട്ടിയാർ, ഇങ്ങനെയുള്ള നമ്പൂരി, നായർ അടക്കമുള്ള ആളുകളായിരുന്നു മുമ്പ്. അങ്ങനെ അറബികളായിട്ടുള്ള ആളുകൾ കച്ചവടത്തിന് കടൽ മാർഗത്തിലൂടെ വന്ന് അങ്ങനെ കേരളക്കരയിൽ ബിസിനസ് അവർ കച്ചവടം തുടർന്നു. അതിനിടക്ക് അവരിലൂടെ ഇവിടെ ഇസ്ലാം പടർന്നു, ഇസ്ലാം പല ആളുകളും സ്വീകരിച്ചു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ കാലക്രമേണ ആളുകൾക്കിടയിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടായി. ഇവിടെ 100 കൊല്ലമല്ലേ, ഇപ്പോൾ 2020 ഇപ്പോൾ. അപ്പോൾ 1920 മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത്. അതിനു മുമ്പ് എന്തായിരുന്നു എന്നാണല്ലോ ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നാണ് ഉണ്ടായത്, അതറിയോ? അതൊന്ന് പഠിക്കണം. അത് കൃത്യമായിട്ട് മനസ്സിലായിക്കോളൂ. 1926 ഉണ്ടാകുന്നത്. എന്നാൽ ആ സമസ്ത AP, EK, സംസ്ഥാനമൊക്കെ ഉൾപ്പെടെയുള്ള ആ സമസ്ത ഉണ്ടല്ലോ, അത് 1926 ഉണ്ടാകുന്നത്. അത് നിങ്ങളുടെ ഈ സമസ്ത നേതാക്കന്മാരോട് ചോദിക്കൂ, അല്ലെങ്കിൽ സമസ്തയുടെ ചരിത്രം ഒന്ന് അന്വേഷിച്ചു നോക്കൂ. അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമാകുന്നത് 1941 കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1926 ആ 26ന്റെ 2 വർഷം മുമ്പ് എന്തുണ്ട്? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിത സഭയായിട്ടുള്ള, അന്ന് പണ്ഡിത സഭയായിരുന്നു, അന്ന് KNM ഇല്ല, അന്നെന്താണ് പണ്ഡിത സഭയാണ്. ആ പണ്ഡിത സഭയുടെ പേര് കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ്. അത് സമസ്തയുടെ മുമ്പുണ്ട്. അത് ചരിത്രമാണ്, രേഖാമൂലമുള്ള തെളിവ് സഹിതമുള്ള ചരിത്രമാണ്. 1924 കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായിട്ടുള്ളത്. അതിനു മുമ്പും മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്നുള്ളതല്ല, മറിച്ച് മുജാഹിദ് ആശയങ്ങൾ ഈ കേരളക്കരയിലുണ്ടായിരുന്നു. മുജാഹിദ് ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാം തന്നെയാണ്.
അതിൽ വേറെ ഒരു കൂട്ടലോ കുറവോ ഇല്ല. മുജാഹിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ പോരാളി എന്നാണ് മുജാഹിദ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ 924 കേരള ജംഇയ്യത്തുൽ ഉലമ, ഇന്നും അതേ പേരിലാണ് നമ്മുടെ പ്രസ്ഥാനം. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ അബ്ദുൽ ഹമീദ് മദീനിയാൻ. അതിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖിയാൻ. അതിന് ഉന്നതരായ പണ്ഡിത സഭാ നേതൃത്വമുണ്ട്. അപ്പോൾ ആ കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായത് 924. ആ 924 മുമ്പും കേരളക്കരയിലെ മുജാഹിദ് ആശയങ്ങൾ, നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വഹാബി ആശയങ്ങളുണ്ട്. അതെന്താ? അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഞാൻ പറയാം. ഇവിടെ കേരളക്കരയിലേക്ക് അറബികൾ വഴി ഇസ്ലാം കടന്നു വന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് കർണാടകയിൽ നിന്ന് 18-ാം നൂറ്റാണ്ടിൽ സയ്യിദ് മുഹമ്മദ് സ്വഖാഫ് തങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാമനുഷ്യൻ, ആ മനുഷ്യൻ്റെ പൗത്രനായിട്ടുള്ള സനാഉല്ലാ മക്തി തങ്ങൾ, അദ്ദേഹം അവരൊക്കെ 1800 കർണാടകയിൽ നിന്ന് പൊന്നാനിയിൽ വരുന്നത്. അങ്ങനെ അവര് ദീനീ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഈ സനാഉല്ലാ മക്തി തങ്ങൾ എന്ന് പറയുന്ന മഹാനവറുകൾ 1882 സാൾട്ട് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ, ഒരു തസ്തികയിൽ ഗവൺമെൻറ്, അന്നത്തെ ബ്രിട്ടീഷ് അവരുടെ കീഴിലായിരുന്നു അദ്ദേഹം ഉദ്യോഗം വഹിച്ചിരുന്നത്. ആ ഉദ്യോഗം 1882 ഉദ്യോഗം രാജിവെച്ച് അന്ന് ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ ശക്തമായിട്ടുള്ള ദഅവത്ത് നടത്തിയ ചരിത്രമാണ് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾക്കുള്ളത്. നിങ്ങൾക്കറിയുമോ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ കഠോര കുടാരം, അതുപോലെ തന്നെ പാർക്കലീത്ത പൂർക്കളം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുരിശ് യുദ്ധം, അങ്ങനെയുള്ള പല സംഭവങ്ങളും അദ്ദേഹം രചിക്കുകയും അതുപോലെ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ പോലും നടത്തിയിട്ടുണ്ട്. അതായത് ക്രൈസ്തവ മിഷണറിമാരുടെ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഒറ്റക്ക് അവരുടെ സദസ്സിൽ കയറി ചെന്ന് അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ആശയങ്ങൾ കൊണ്ട്. അതൊക്കെ ഒരു ചരിത്രമാണ്. അതൊക്കെ എപ്പോഴാ? 1882 ആ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം അറിയപ്പെട്ട മറ്റൊരു മഹാനാണ് ഷെയ്ഖ് മുഹമ്മദ് മാഹീൻ ഹമദാനി തങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഒരുപാട് മാസികകൾ 1880 കൊച്ചിയിൽ നിന്ന് സത്യകാലത്ത് പരോപകാരം തുടങ്ങിയിട്ടുള്ള മാസികകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവർ തങ്ങളുടെ ഭൂമിയൊക്കെ അതുപോലെ തന്നെ സ്വത്തുവകകളൊക്കെ വിറ്റിട്ടും അങ്ങനെയൊക്കെ സ്വയം പണം എടുത്തിട്ടാണ് അവർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാസികകളൊക്കെ നടത്തി പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു പോന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഷെയ്ഖ് മുഹമ്മദ് മാഹീൻ ഹമദാനി തങ്ങൾ എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം ഇതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങളാണ് നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം കേരളക്കരയിലെ ധാരാളം ദീനി പ്രവർത്തനങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഈ മൊയ്ദ് മൗലവി, കെ സീതി സാഹിബ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയിട്ടുള്ള മഹാന്മാര് ഷെയ്ഖ് ഹമദാനി തങ്ങളുടെ ആ ശിഷ്യ ഗണങ്ങളിൽ പ്രമുഖന്മാരായിട്ടുള്ള ആളുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമുക്കറിയാം അവരൊക്കെ ആ കാലഘട്ടത്തിൽ ഈ ഹമദാനി തങ്ങൾ ഉൽഫത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഐക്യം എന്ന് പറഞ്ഞിട്ടുള്ള പേരുകളിൽ പ്രസിദ്ധീകരണങ്ങൾ നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ 1873 മുതൽ 1932 വരെ ജീവിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹം കേരളക്കരയിലെ ഇസ്ലാഹി ആശയങ്ങൾ പ്രചരിപ്പിച്ച ശക്തനായിട്ടുള്ള ഒരു ദീർഘദൃഷ്ടിയുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള അത്യുന്നതനായിട്ടുള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നതല്ല, കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുന്ന
ചരിത്ര യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവങ്ങളാണ്. അദ്ദേഹം ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ എഴുതി പുറത്തിറക്കിയിട്ടുണ്ട്. മുസ്ലിം ദീപിക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. കേരള ചരിത്രം എന്ന് പറയുന്ന കൃതിയിൽ ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തിരുവിതാംകൂർ മുസ്ലിം സഭ 1910 തിരുവിതാംകൂർ മുസ്ലിം സഭ എന്ന് പറയുന്ന ഒരു സഭ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് രേഖകളിൽ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി 1883 ജനിച്ച് 1938 വഫാത്തായിട്ടുള്ള ചാലിലകത്ത് ഒരുപാട് പുരോഗമന ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. KM മൗലവി 1886 ജനിച്ച് 964 വഫാത്തായിട്ടുള്ള മഹാനാണ്. അപ്പോൾ ഇവരൊക്കെ നമുക്കറിയാം 924 കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമൊക്കെ ദീനി ദഅവത്ത് കൊണ്ട് നടന്നിരുന്ന ആളുകളാണ്. അന്ന് ആ കാലഘട്ടത്തിൽ ഒരു സംഘടിതമായിട്ടുള്ള ഒരു സംഘടന എന്നുള്ള നിലക്കില്ല എങ്കിൽ പോലും ഒറ്റക്കായിട്ട് അവർ പ്രസിദ്ധീകരണങ്ങൾ ഇറക്കിയിട്ടും അതുപോലെ വഅളുകൾ സംഘടിപ്പിച്ചും ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുമൊക്കെ ഇസ്ലാഹി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, കൊടുങ്ങല്ലൂർ 922 ജനുവരി 14 കൊടുങ്ങല്ലൂർ അവിടെ KM മൗലവി അങ്ങോട്ട് പോകുകയുണ്ടായി. നമുക്കറിയാം കൊടുങ്ങല്ലൂർ ഭാഗത്താണ് കേരള മുസ്ലിം ഐക്യ സംഘം ഉണ്ടായിട്ടുള്ളത്. കേരള മുസ്ലിം ഐക്യ സംഘം എന്നാണ് അതിൻ്റെ പേര് തന്നെ. ആ പേരെത്ര മനോഹരമാണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇങ്ങനെ 100 കൊല്ലത്തിന് മുമ്പ് തന്നെ ഇസ്ലാഹി ആശയങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഉണ്ടായിരുന്നു എന്ന് ഒരു ചരിത്ര വസ്തുതയാണ്. മുജാഹിദുകളുടെ സംഘടനയായിട്ടുള്ള ജമിയത്തുൽ ഉലമ ഉണ്ടായതിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെയുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായിട്ടുള്ളത് എന്ന് പ്രത്യേകം നമ്മൾ അറിയേണ്ടതുണ്ട്. തിരുവിതാംകൂർ മുസ്ലിം മഹാസഭ എന്ന് പറയുന്ന ആ സഭയെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഹമദാനി തങ്ങൾ 914 ആലുവായിൽ ഒരു അറബി കോളേജ് ഉണ്ടാക്കി എന്നുള്ള സംഭവവും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, കേരളത്തിൽ മുസ്ലിം സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അനാചാരങ്ങൾക്കെതിരെയും ഒക്കെ പടപൊരുതിയ ഒറ്റപ്പെട്ട എന്നാൽ ദീർഘദൃഷ്ടികളുള്ള വളരെ മഹാന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മനസ്സിലായല്ലോ. അതിൽ പല മഹാന്മാരുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്പുറം തങ്ങൾ എന്നറിയപ്പെടുന്ന മഹാൻ, അവരൊക്കെ കുത്തുബ പരിഭാഷ നടത്തിയിരുന്നു എന്ന് പോലും ചരിത്രങ്ങളിൽ കാണാം. മമ്പുറം തങ്ങൾ കുത്തുബ പരിഭാഷ നടത്തിയിരുന്നു എന്നുള്ള. കുത്തുബ പരിഭാഷയ്ക്ക് സമസ്ത വന്നിട്ട് പിന്നെയാണല്ലോ അത് തെറ്റാണ്, അത് ഹറാമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, ഈ ഹദ്ദാദ്, റാത്തീബ്, കൊടികുത്ത് നേർച്ച, ഖബർ പൂജ തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ആചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഇതിനെയൊക്കെ എതിർത്തിട്ട് സംഘടിതമായി വന്നത് 924 ജമിയത്തുൽ ഉലമ. അതിന് മുമ്പ് കേരള മുസ്ലിം ഐക്യ സംഘം, പിന്നെ നിഷ്പക്ഷ സംഘം, അങ്ങനെ ഒരു സമിതി ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അതിനു മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹമദാനി തങ്ങൾ, സനാഉല്ല മക്തി തങ്ങൾ, വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ ആലിമീങ്ങൾ, അവരൊരു സംഘടന കണക്കെ, ഒറ്റക്കാണെങ്കിലും ഒരു സംഘടന കണക്കെ പ്രവർത്തിച്ച സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ചില ആളുകളുടെ ഒരു ധാരണ ഉണ്ട്, ഈ 924 മുമ്പ് ഇവിടെയൊക്കെ SKSSF, SSF ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന. അങ്ങനെയൊന്നുമില്ല. ആ മുജാഹിദുകൾ ഇവിടെ സംഘടന രൂപീകരിച്ച ശേഷമാണ് ഈ സമസ്തക്കാർ 2 വർഷം കഴിഞ്ഞിട്ടാണ് സംഘടന ഉണ്ടാക്കി. നിങ്ങൾക്കറിയോ, ഈ കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കാനുള്ള ആ രൂപീകൃത യോഗത്തിൽ വെച്ചിട്ടാണ് ഒരു മുസ്ലിയാർ ചോദിച്ചത്, സംഘടന ഉണ്ടാക്കാൻ എന്താണ് തെളിവ്, എന്താണ് ദലീൽ എന്ന് ചോദിച്ചു. അപ്പോൾ ദലീൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആയത്തോതിയലോ, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി
വയൻഹൗന അനിൽ മുൻകർ എന്ന ആയത്തോതിയപ്പോൾ ഞാൻ ആയത്തല്ല ദലീലാണ് ചോദിച്ചത് എന്നാണ് മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അന്ന് ആയത്ത്, പരിശുദ്ധ ഖുർആനിലെ ആയത്ത് എന്ന് പറയുന്നത് പിന്നെ ദലീലായിട്ട് ഇവർ കണക്ക് കൂട്ടിയിരുന്നില്ല. അത്രമാത്രം വിശുദ്ധ ഖുർആനിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഈ ചോദിച്ച ചോദ്യകർത്താവുണ്ടല്ലോ, അദ്ദേഹത്തോട് സ്നേഹത്തോടു കൂടെ പറയാനുള്ളത്, മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിൻ്റെ ദീന് ഏറ്റക്കുറവില്ലാതെ അള്ളാഹിൻ്റെ വജൂദ്ദേശിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുന്ന ആള് എന്നാണ് മുജാഹിദ് എന്ന ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ട് അത് അള്ളാഹിൻ്റെ റസൂല് മുജാഹിദാണ്, സ്വഹാബികൾ മുജാഹിദാണ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ പത്നിമാര് മുജാഹിദുകളാണ്. അതുപോലെ തന്നെ ആ താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഒക്കെ മുജാഹിദുകളാണ്. മദ്ഹബിൻ്റെ ഇമാമുകളായിട്ട് അറിയപ്പെടുന്ന ഒട്ടേറെ മഹാന്മാരുണ്ടല്ലോ. അത് ഇമാം ഷാഫി ആകട്ടെ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയാകട്ടെ, ഇമാം അബൂ ഹനീഫയാകട്ടെ, ഇമാം അഹ്മദ് ബിൻ ഹംബലാകട്ടെ, ഇമാം സുഫിയാനു സൗരി ആകട്ടെ, അതുപോലെയുള്ള ഇമാം ഔസായി ആകട്ടെ, അങ്ങനെ എത്രയോ ഇമാമുകളുണ്ടല്ലോ. അങ്ങനെയുള്ള പ്രഗത്ഭമതികളായിട്ടുള്ള ഇമാമുമാർ അവരൊക്കെ മുജാഹിദുകൾ തന്നെയാണ്. പക്ഷേ മനുഷ്യർ എന്നുള്ള നിലക്ക് അവർ വലിയ ആലിമീങ്ങളാണ് എങ്കിൽ പോലും അവർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അത് അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ കിതാബുകളിൽ തെറ്റ് കണ്ടാൽ നിങ്ങളത് അത് ഒഴിവാക്കണം, എന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് അവരുടെ പാണ്ഡിത്യത്തിൻ്റെ നന്മ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മുജാഹിദുകളോട് ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിച്ചാൽ, ജാറങ്ങൾ അവിടെ പോയിട്ട് നേർച്ച ഉത്സവം നടത്താൻ പാടില്ല, അവിടെ പോയിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പാടില്ല. റബ്ബിനോടാണ് പ്രാർത്ഥന, റബ്ബിനോടാണ് ഇസ്തിഗാസ നടത്തേണ്ടത്. അള്ളാഹിനോട് മാത്രം, വേറെ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. മങ്കൂസ് മൗലൂദും റാത്തീബും കുത്താറാത്തീബും കുത്തുബിയത്തും നടത്താൻ പാടില്ല. നബിദിനാഘോഷം നടത്താൻ പാടില്ല. ചാവടിയന്തരം നടത്താൻ പാടില്ല. കണ്ണോക്കും കത്തപ്പുരയും നടത്താൻ പാടില്ല. കാരണം എന്താ? ഇതൊന്നും അള്ളാഹിൻ്റെ റസൂലും പഠിപ്പിച്ചതല്ല. ഇതൊക്കെ ബിദഅത്താണ്. ചിലതിലൊക്കെ ഷിർക്കുണ്ട്. കുത്തുബിയത്ത്, മങ്കൂസ് മൗലൂദ്, ഷറഫുല്ലനാം, ഇതിലൊക്കെ എന്തുണ്ട്? ഷിർക്കുണ്ട്. മനസ്സിലായല്ലോ? ബദരീങ്ങളുടെ നേർച്ച. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുക. ഇതാണ് മുജാഹിദുകൾ പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ കിതാബും സഹിയായ തിരുസുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ തത്വം അതെല്ലാവരും അംഗീകരിക്കണമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കും, മുജാഹിദുകൾ പറയുന്നത് ഖുർആനിലോ ഇസ്ലാമിലോ ഇല്ലാത്ത കാര്യമില്ല, ഉള്ളതാണ്. എന്നാൽ സമസ്തക്കാർ പറയുന്നതോ ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് സമസ്തക്കാരോട് ഒരു ദേഷ്യമല്ല കേട്ടോ, ഒരു ദേഷ്യമല്ല എന്നാൽ മാത്രമല്ല സ്നേഹമാണുള്ളത്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറയുന്നത്. കൂട്ടരെ, നിങ്ങളിങ്ങനെ ജാറത്തെങ്കിൽ എന്തെല്ലാം ജാറാണ്. ഓച്ചിറ ഉപ്പാപ്പാൻ്റെ ജാർ നിങ്ങൾ കേട്ടില്ലേ? ഒരു പിന്നെ അയാളൊരു കാഫിറായിരുന്നു എന്നാണ് പറയുന്നത്. അള്ളാഹ്ക്കറിയാം, സുന്നത്ത് കഴിച്ചിട്ടില്ല, പിന്നെ അങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾ പോലും വലിയാണെന്ന് പറഞ്ഞിട്ട് ജാരം കെട്ടിപ്പൊക്കി അവിടെ നേർച്ചകളും ഉത്സവങ്ങളും ഒക്കെ നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഷിർക്കാണത്. അപ്പം അതൊന്നൊക്കെ ഒഴിവാകുക. കാരണം എന്താ? ഷിർക്ക് മഹാപാപമാണ്, വലിയ കുറ്റമാണ്. അതുകൊണ്ട് അള്ളാഹിനെ മാത്രം ആരാധിച്ച് അവനോട് മാത്രം പ്രാർത്ഥിച്ച് അവനോട് മാത്രം ഇസ്തിഗാസ നടത്തി അങ്ങനെ നമ്മൾ തൗഹീദിൽ അടിയുറച്ചു നിന്ന്, സുന്നത്തിൽ അടിയുറച്ചു നിന്ന്, ഒരു ബിദ്അത്തും നമ്മൾ ചെയ്യാതെ അങ്ങനെ മുന്നോട്ട് പോകണം. എന്നാൽ മാത്രമേ സ്വർഗം കിട്ടൂ. ആ സ്നേഹത്തിൻ്റെ സന്ദേശം അതെന്തിനാ? നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ, നരകത്തു നിന്ന് രക്ഷപ്പെടാൻ, ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈമാനോടുകൂടെ മരിക്കാൻ, അതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. അത് സ്വീകരിക്കുക. അങ്ങനെ ആ തത്വം അംഗീകരിച്ച് ജീവിച്ചാൽ നിങ്ങളും ഒരു മുജാഹിദായി, നിങ്ങളും ഒരു സുന്നിയായി. സമസ്തയല്ല. സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തെടുക്കുന്ന ആളാ. സമസ്ത എന്ന് പറഞ്ഞാൽ അതിൽ ഷിർക്കും ഖുറാഫാത്തും ബിദ്അത്തും ഒക്കെ എമ്പാടുമുണ്ട്. അപ്പോൾ അല്ലാഹു തആല സത്യം സ്വീകരിക്കുവാൻ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.